السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على أشرف المخلوقين وعلى آله وصحبه أجمعين والحمد لله رب العالمين. സ്നേഹാദരവുകൾ നിറഞ്ഞ ബഹുമാനാദരവുകൾ നിറഞ്ഞ സഹോദരന്മാരെ സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ദുനിയാവിലും ആഖിറത്തിലും വിജയിച്ചവരുടെ പട്ടികയിൽ നമ്മെയും നമ്മോട് ബന്ധപ്പെട്ടവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സൗബാൻ റളിയല്ലാഹു തആല അൻഹുവിനെ വിളിച്ചുകൊണ്ട് ഒരിക്കൽ പറഞ്ഞു, നീ ഒരു കാര്യം കൊണ്ട് എനിക്ക് ഉറപ്പ് നൽകുകയാണെങ്കിൽ നിനക്ക് സ്വർഗം കൊണ്ട് ഞാൻ ഉറപ്പ് നൽകും. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് യാചനയുടെ ഗൗരവം അറിയിക്കാൻ വേണ്ടിയിട്ടാണ്. യാചന നീ നടത്തില്ല എന്ന് എനിക്ക് ഉറപ്പ് തന്നാൽ നിനക്ക് സ്വർഗം ഞാൻ വാഗ്ദാനം ചെയ്യുന്നു എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോൾ യാചനയുടെ ഗൗരവം, ഇതിനു മുമ്പുള്ള ക്ലാസുകളിൽ മറ്റൊരു വിഷയവുമായി ബന്ധപ്പെട്ട് യാചനയെക്കുറിച്ച് നാം സംസാരിച്ചിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല യാചനയെ അത്രമാത്രം നിരുത്സാഹപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. യാചന നിർവാഹമില്ലാത്ത സാഹചര്യത്തിൽ മാത്രമല്ലാതെ ഇസ്ലാം അനുവദിച്ചിട്ടില്ല. ഇവിടൊക്കെ പറയുമ്പോൾ വളരെയധികം ഗൗരവത്തോടുകൂടി നാം ശ്രദ്ധിക്കേണ്ടത്, കുതിരപ്പുറത്തു വന്ന് നിന്നോട് ഒരാൾ ചോദിച്ചാലും അവനെ നീ നിരാശനാക്കി മടക്കരുത്. അവൻ സമ്പന്നനാണല്ലോ എന്ന് പറഞ്ഞ് അവനെ ആട്ടിയോടിക്കരുത്. കാരണം യാചനയെ ഇസ്ലാം നിരുത്സാഹപ്പെടുത്തുമ്പോഴും ചോദിച്ചു വരുന്നവനെ നിരുത്സാഹപ്പെടുത്താൻ ഇസ്ലാം അനുവദിച്ചിട്ടില്ല. ജബലുർ റഹ്മയിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ സഹാബാക്കളുമായി ചർച്ച നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെയുള്ള ഒരു സമ്പന്നൻ വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് തങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എനിക്ക് വേണമെന്ന് പറഞ്ഞപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ സമ്പത്തിൽ നിന്ന് അല്പം എടുത്തു കൊടുക്കുകയും ആ സമ്പത്തുമായി തിരിച്ചുപോയപ്പോ അള്ളാഹുവിന്റെ റസൂലിന്റെ സ്വഹാബത്ത് പറഞ്ഞൊരു കാര്യമുണ്ട്, നബിയെ അയാൾ സമ്പന്നനാണ്, പിന്നെ എന്തിനാ തങ്ങൾ അദ്ദേഹത്തിന് കൊടുത്തത് എന്ന് ചോദിച്ചപ്പോ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അവൻ വാങ്ങിക്കൊണ്ടുപോയത് തീക്കനലാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ചോദിച്ചു വരുന്നവനെ നിരുത്സാഹപ്പെടുത്താൻ എന്റെ റബ്ബ് എന്നോട് പറഞ്ഞിട്ടില്ല എന്നത് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അധ്യാപനത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതുകൊണ്ട് തന്നെ നമ്മുടെ വീടുകളിലും അതേപോലെ തന്നെ നമ്മുടെ സ്ഥാപനങ്ങളിലും ആരെങ്കിലും എന്തെങ്കിലും ചോദിച്ചു വന്നാൽ അവനെ നിരാശപ്പെടുത്താതിരിക്കുക. ചോദിക്കുന്നവനുള്ള ശിക്ഷ അവൻ ഏറ്റുവാങ്ങിക്കൊള്ളും. അല്ലാഹു സുബ്ഹാനഹു വ തആല അതേപോലുള്ള ശിക്ഷാമുറകളെ തൊട്ട് നമ്മെയും നമ്മോട് ബന്ധപ്പെട്ടവരെയും സലാമത്ത് നൽകുമാറാകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.